ഹായ് വെൽക്കം ടു അസ്ലം സ്റ്റോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന എല്ലാവരും കൂടുതലായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് എങ്ങനെ എളുപ്പത്തിൽ ഇക്വേഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ, അതോ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന രീതിയിൽ എങ്ങനെ ഇത് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ്. ഇക്വേഷൻ കാണാതെ പഠിക്കാതെ എങ്ങനെ ഇത് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇവിടെ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ക്യൂ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് അല്ലേ. TFC, TVC, TC, AFC, AVC, ACMC ഇങ്ങനെയുള്ളത്. TFC എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നാണ്. TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ഫിക്സഡ് കോസ്റ്റ് മാറ്റമില്ലാത്ത, ചേഞ്ച് വരാത്ത എന്നുള്ള അർത്ഥമുള്ള കോസ്റ്റാണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മാറ്റമുള്ളതാണ്. അഥവാ പ്രൊഡക്ഷൻ അനുസരിച്ച് മാറാത്ത കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ്. എന്നാൽ പ്രൊഡക്ഷൻ അനുസരിച്ച് മാറുന്ന കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. പ്രൊഡക്ഷൻ കൂടിയാൽ കോസ്റ്റ് കൂടൂല. വെൻ ഇൻക്രീസസ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ് വിൽ ബി ഫിക്സഡ്. വെൻ ഡിക്രീസസ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ് വിൽ ബി ഫിക്സഡ്. പ്രൊഡക്ഷൻ ഗോയിങ് ടു സീറോ, കോസ്റ്റ് വിൽ ബി ഫിക്സഡ്. അഥവാ പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കുറഞ്ഞാലും പ്രൊഡക്ഷൻ സീറോ ആയാലും ഉണ്ടാകുന്ന കോസ്റ്റ് ആണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. എന്നാൽ വേരിയബിൾ കോസ്റ്റ് അങ്ങനെയല്ല. ഉൽപാദനം അനുസരിച്ച് കോസ്റ്റ് കൂടും. വെൻ ഇൻക്രീസസ് ദി പ്രൊഡക്ഷൻ ദ കോസ്റ്റ് ആൾസോ ഇൻക്രീസസ്. വെൻ ഡിക്രീസസ് ദി പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ദ കോസ്റ്റ് ആൾസോ ഡിക്രീസസ്. പ്രൊഡക്ഷൻ ഗോയിങ് ടു സീറോ, പ്രൊഡക്ഷൻ സീറോയിലേക്ക് പോവുകയാണെങ്കിൽ കോസ്റ്റ് ആൾസോ സീറോ. ഇതാണ് വേരിയബിൾ കോസ്റ്റ്, പ്രൊഡക്ഷൻ അനുസരിച്ച് മാറുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്കറിയാം ഔട്ട്പുട്ട് സീറോ ഇല്ലേ, ഉൽപാദനം സീറോ ആണ്. സീറോ ആണെങ്കിൽ അഥവാ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂട്ടിയാൽ കിട്ടുന്ന കോസ്റ്റാണ് TC എന്ന് പറഞ്ഞാൽ. അഥവാ മാറ്റമുള്ളതും മാറ്റമില്ലാത്ത രണ്ട് കോസ്റ്റ് കൂടി കൂട്ടിയാൽ കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയാ ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണാം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇത് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് സീറോ ആണ് അല്ലേ. ഔട്ട്പുട്ട് സീറോ ആകുമ്പോൾ ഉൽപാദനം ഇല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് സീറോ ആയിരിക്കും. ഉൽപാദനം കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടുന്നു. ഉൽപാദനം സീറോ ആയാൽ വേരിയബിൾ കോസ്റ്റ് സീറോ ആണ് അല്ലേ. ഉൽപാദനം സീറോ ആയാൽ വേരിയബിൾ കോസ്റ്റ് സീറോ ആണല്ലോ. ഈ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കിട്ടുന്നതാ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പറയൂ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പം ഇത് രണ്ട് കൂട്ടിയാൽ കിട്ടുന്നതാണ് TC. അപ്പൊ ഇവിടെ സീറോ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത് രണ്ട് കൂട്ടിയാൽ കിട്ടുമ്പോൾ 60 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ്? 60. 60 പ്ലസ് 0 അല്ലേ 60. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് എല്ലാത്തിലും എന്തായിരിക്കും? 60 ആയിരിക്കും. വളരെ സിമ്പിളാ. കാരണം ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും ഇല്ലെങ്കിലും കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അവർ തന്നിട്ടുണ്ട് അല്ലേ. ഇനി TC എങ്ങനെ കണ്ടുപിടിക്കുക? TFCയും TVCയും കൂട്ടിയതാണല്ലോ. 60 പ്ലസ് 20 80, 60 പ്ലസ് 30 90 അല്ലേ. അതേപോലെ തന്നെ 60 അല്ലേ. 60 പ്ലസ് 45 എത്രയാ? 105. 60 പ്ലസ് 80 140. 60 പ്ലസ് 130 195. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടി. ഓക്കെ, ഇനിയുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇക്വേഷൻ ഇല്ലാതെ. എന്നാൽ ഇക്വേഷൻ കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഏതൊക്കെയാണുള്ളത്? AFC. നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന ഒരു ട്രിക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി. AVC, ACMC. ഇത് വളരെ സിമ്പിളാ ടേബിൾ ട്രിക്കുകൾ. ഓക്കെ, AFC കാണണം അല്ലേ. AFCന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? A. AFCന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? A. AVCയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? A. ക്ലിയർ ആണല്ലോ. ACയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? A. ഓക്കെ, AFC എന്ന് പറഞ്ഞാൽ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നാണ്. A എന്നുള്ളടത്ത് അഥവാ A എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ആവറേജ് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ കൊണ്ടായിരിക്കുകയാണ്. അപ്പൊ AFC നമുക്ക് അറിയൂല. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ. കണ്ടുപിടിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ AFC. A എന്നുള്ളടത്ത് A മാറ്റിയിട്ട് നമ്മൾ T ആക്കിയാൽ എന്താ വായിക്കുക? TFC. എന്താ വായിക്കുക? TFC. അപ്പൊ AFC എങ്ങനെ കാണാം? A എന്നുള്ളടത്ത് T ആയിട്ട് സങ്കല്പിക്ക് TFC. അപ്പൊ TFC ഇവിടെ ഉണ്ടല്ലോ. TFC by Q. FC എങ്ങനെ കാണാം?
TFC/Q 60/0 ഒന്നുമില്ല. 60/1 60, 60/2 30, അങ്ങനെയാണ് വരിക. ഇനി അടുത്തത് നിങ്ങൾ പറയും AVC. എ എന്നുള്ളിടത്ത് ടി ആയിട്ട് സങ്കല്പിച്ചാൽ എന്താ വായിക്കുക? എനെ മാറ്റിയിട്ട് ടി ആയിട്ട് സങ്കല്പിച്ചാൽ TVC ഇവിടെ അല്ലേ? TVC/Q 0/0 ഒന്നുമില്ല. 20/1 20, 30/2 15, ഇങ്ങനെയാണ് ഏത് കാണുക. അടുത്തത് AC നിങ്ങൾ പറയും എ എന്നുള്ളടത്ത് ടി ആയിട്ട് സങ്കല്പിക്ക്. എ എന്നുള്ളടത്ത് എ മാറ്റി ടി ആയിട്ട് സങ്കല്പിക്ക്. TC/Q വളരെ സിമ്പിളാണ്. TC/Q TC അല്ലേ? 60/0, 80/1 80, അതേപോലെ തന്നെ 90/2 45. ഇങ്ങനെയാണ് ഇത് ഇക്വേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിക്കാനുള്ള മെത്തേഡ്. AFC എങ്ങനെ കാണും? എ നോട്ട് ടി നാക്കുക. TFC/Q. AVC പറയൂ. AVC എ നോട്ട് ടി നാക്കുക. TVC/Q. AC TC/Q. AR TR/Q. APZ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഞാൻ പറഞ്ഞതാണ്. APZ TPZ/Q. വളരെ സിമ്പിളാ, ഇക്വേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാം. ഇനി നിങ്ങൾക്ക് അറിയാത്തത് MC ആണ്. M എന്ന് പറഞ്ഞാൽ മാർജിനൽ എന്നാണ്, C പറഞ്ഞ കോസ് എന്നാണ്. ഇതിന്റെ ട്രിക്ക് M മാറ്റം എന്ന് ആലോചിക്കുക. MC പറഞ്ഞ മാറ്റം എന്ന് ആലോചിച്ചാൽ മതി. MC ഏതിനുള്ള മാറ്റമാണ്? MC അറിയൂലല്ലോ. M എന്നുള്ളത് ടി എന്നാക്കുക. M എന്നുള്ളത് ടി ആക്കി എന്താ വായിക്കുക? TC-യിലുള്ള മാറ്റമാണ് MC. അങ്ങനെയാണ് ഈ MR എങ്ങനെയൊക്കെയാണ് മക്കളെ? MR M ടി നാക്ക്. TR-ലുള്ള മാറ്റം. MP TP-യിലുള്ള മാറ്റം. അപ്പൊ MC M ടി നാക്ക്. TC-യിലുള്ള മാറ്റം ഫസ്റ്റ് 0. TC 60-ൽ നിന്ന് 80-ലേക്കുള്ള മാറ്റം 20, 80-ൽ നിന്ന് 90-ലേക്കുള്ള മാറ്റം 10. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ടേബിള് ഇക്വേഷൻ കിട്ടാവുന്ന രീതിയിൽ, എന്നാൽ ഇക്വേഷൻ കാണാതെ പഠിക്കാതെ ഈ ട്രിക്ക് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് ഈ ടേബിൾ, വളരെ സിമ്പിളായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഗ്രാഫ് ആയിരിക്കാം. AFC കർവിന്റെ ഗ്രാഫ്, AFCയുടെ ഗ്രാഫ് വരക്കാൻ പറയും. അഥവാ കർവ്, AFC കർവിന് എപ്പോഴും റെക്ടാങ്കുലർ ഹൈപ്പർബോള. AC യു ഷേപ്പ്, AFC റെക്ടാങ്കുലർ ഹൈപ്പർബോള, AVC യു ഷേപ്പ്. അതേപോലെ എല്ലാത്തിനും കർവിന്റെ ഷേപ്പും ചോദിക്കാറുണ്ട്. അപ്പോൾ ടേബിൾ നിങ്ങൾ ഇക്വേഷൻ ഇല്ലാതെ ഈ ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.